ഉറപ്പ് വേണം. ഏതൊരു പെൺകുട്ടി കൊണ്ടുപോകും. ആരംഭിക്കലാമോ? നമസ്കാരം ഗൈസ്, നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. അടിച്ചാൽ ഓഫ് ആവുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടിച്ചാൽ ഓഫ് ആവുന്ന സാധനം നോക്കിക്കോളൂ, ശ്രദ്ധിച്ചു നോക്കൂ. പിന്നെ നമ്മൾ ഡെയിലി ബ്ലോഗ്സ് ഉണ്ടാവും. അടിച്ച ഓഫായി കോഴിക്കോടത്തെ മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ ബ്ലോഗ് നിർത്തുള്ളൂ. ഡേ വൺ ആരംഭിക്കലാമോ? സ്ക്രാച്ചിൽ നിന്ന് ആരംഭിക്കാൻ പോകണം നമ്മൾ. സച്ചിനെ കമാൺ, പിന്നെ ബീച്ചിന്റെ വൈബ് കാണിച്ചിറങ്ങാൻ. ഇതാണ് കോഴിക്കോട് ബീച്ചിന്റെ വൈബ്. കൂട്ടത്തിൽ പാടാൻ നമുക്ക് താല്പര്യമില്ല, നമ്മൾ മാറി തിരക്കാല് കാണാത്ത കാഴ്ചകൾ എന്താണ് എന്താ ഉദ്ദേശിച്ചത്? കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് നിങ്ങൾക്ക് ചൂട് കൊടുക്കുന്നതൊക്കെ കാണിച്ചു തരും നമ്മള്. ഓക്കെ, ബീച്ചിലെ മെയിനാണ് തിരിച്ചിട്ട് ഇതെന്തിനാ തിരിക്കുന്നത് അറിയോ? എനിക്കും അറിയില്ല. ആരും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. കമന്റിലെന്നറിയാം. വഴിയേറെ കച്ചവടക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ. സച്ചിൻ എന്താണ് ഡെയിലി ബീച്ചിൽ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സച്ചിന് വേറൊന്നല്ല, സച്ചിന് ഒരു കുട്ടി തെറ്റാണെന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ്. സച്ചിൻ സാവിനാണ്, അവിവാഹിതൻ, സുഖനും സുന്ദരനും, 4 വയസ്സ്. ഞാൻ ബാച്ചിലറാണ്. എന്റെ അച്ഛനും ഒരു ബാച്ചിലറായിരുന്നു. ക്രോണിക് ബാച്ചിലർ. സച്ചിന്റെ ക്യൂട്ട്നെസ് വീഡിയോ ഇട്ട് കണ്ട് മക്കളെ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. It was at this moment that he knew he fucked up. ഇതേതൊരു പെൺകുട്ടി കൊണ്ടുപോകും. തിരിച്ചു വാങ്ങണേ. ആ ഡയറാണ്. അങ്ങനെയൊന്നുമില്ല. എണീക്ക് 18 വയസ്സിന് മുകളിലുള്ള 40 വയസ്സിന് താഴെയുള്ള പറ്റില്ല. ഡയർ ചൂസ് ചെയ്താൽ പിന്നെ ചെയ്യണം, എന്തായാലും ചെയ്യണം. ആ വ്ളോഗ് വന്നില്ല. 40 വയസ്സിന് താഴെ, 18 വയസ്സിന് മേലെ. അത് ഇരുന്ന് കാല് ഒരു മുട്ട് കുത്തിയിട്ടാണോ? അല്ല, അതൊന്നും വേണ്ട. കൊടുക്കുന്ന ആൾക്ക് വീഡിയോ വരാൻ താല്പര്യം. ഫേസ് നമുക്ക് ബ്ലർ ചെയ്തിട്ടാ. നമ്മൾ പെൺകുട്ടികളൊന്നും കാണും, നമുക്ക് അവിടെ പോകും. കഴിച്ചിലാകലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീക്കാണ്, എന്നാ കഴിച്ചിലായി. മൂപ്പരടുത്ത് വാങ്ങണം എല്ലാവരും. വീട്ടിലെ സാധനമാണ്, നല്ല സ്മെല്ലുള്ള സാധനങ്ങളാണ്. ഞാനതിപ്പോ പറയാണ്, വ്ളോഗ് ഫുൾ ഡിലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കാണ്. നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഇല്ല, അപ്പൊ ഡയർ ചൂസ് ചെയ്താൽ ചെയ്തോ. ഒറ്റ വാക്കുള്ളൂ. ആ ഓക്കെ. നമ്മളിപ്പോ എത്ര മണിന്റെ ഷോ ബുക്ക് ചെയ്തത്? നമ്മള് രാത്രി 11:45 ഷോക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മദർശിനി സച്ചിൻ എന്നൊക്കെ പറയാൻ പറ്റുമോ? സച്ചിൻ നമ്മൾ ഏത് പടത്തിനാ പോണ്? നമ്മള് പടത്തിന്റെ പേര് പേരാ മറ്റേത് സൂക്ഷ്മദർശിനി. സൂക്ഷ്മദർശിനി. അത് വിട്, കാര്യത്തിലേക്ക് കടക്ക്. സാധനം കൊടുക്കണ്ടേ? കൊടുക്കു പറഞ്ഞ് ആളെ കാണണ്ടേ. നമ്മ എല്ലാരും കയറി നമ്മ കൊടുക്കാൻ പറ്റില്ല. അതെ. ഒരാൾ തോന്നുന്നുണ്ട് അവിടേക്ക് എന്തൊക്കെയാ നടക്കുന്നേ. അതെ, ഞങ്ങളാണ് VR. സച്ചിനെ ചെലുത്ത് പോണത്. എവിടെ പോണെന്ന് കാണിച്ചോറ. എവിടെ പോണെന്ന് പറഞ്ഞു? ഞാൻ മറ്റേ അമ്പലത്തിൽ പോണം. നല്ല കിട്ടിക്കഴിഞ്ഞാൽ അടി കിട്ടട്ടെ. ഡയറി അല്ലേ ചൂസ് ചെയ്ത്, അപ്പൊ ഈ തന്നെ കൊടുക്കണം. എന്നോട് ആരും പറഞ്ഞില്ലല്ലോ ഡയറി കൊടുത്താ പോരെ. അതൊന്നും പറ്റൂല. അതൊന്നും പറ്റൂല. ഞാനതാർക്കോ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതുവരെ എങ്ങോട്ടാ പോണെന്ന് മനസ്സിലായിട്ടില്ല. പോകുന്നുണ്ട്. ഒന്ന് പിടിക്കുക. ഐഡിയ ഷാജി.
മോനെ ഉടായിപ്പൊന്നും പറ്റൂല. റോസ് ആ ഇപ്പൊ സമയത്തായി 11 കാലായി. ശനൊന്നും വേഗം തീർക്കാൻ നോക്കും, പടത്തിന് പോകാനുള്ളതാണ്. ഞാൻ തോറ്റാറിനാലും അതൊന്നുമില്ല തോറ്റ് അങ്ങനെ തോറ്റാ പിന്നെ ഈ പടത്തിന്റെ എല്ലാരും ടിക്കറ്റ് പടത്തിന് ടിക്കറ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്താ സ്റ്റക്ക്? കമോൺ. എൻ്റെ അവിടെ അന്ത പക്കം അതിന് ഹാർട്ട് ബീറ്റ്സ് കൂടുന്നുണ്ടാവും ഗൈസ്. എന്തിനാ പേടിക്കുന്നേ? You are running out of time. നല്ല രീതിയിൽ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചേട്ടാ എന്താ കാര്യം അറിയാം, 12 മണി കഴിഞ്ഞ എന്റെ തീരാനായിക്കണ്. എല്ലാവരും ഓഫർ ചെയ്ത് കൊടുക്കണം. സച്ചിന്റെ ഓഫർ ചെയ്യും ഗൈസ്. നമ്മളങ്ങനെ നോക്കണ്ട. പൈസ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്? ഭാഗ്യത്തിന് ഇന്നത്തെ ഓഫറിന്റെ തീർന്നു, അതുകൊണ്ട് മറ്റേ ഓണാവില്ല. എല്ലാം കാണിച്ചാ അതല്ല ബീച്ചിലാണ്ട് ഫുള്ള്. അതെ റേഞ്ച് ഇല്ലാത്തോണ്ട് അത് ഇതെവിടുന്നാ വാങ്ങിയെന്ന് ചോദിച്ച് കുറച്ച് ആൾക്കാർ വന്നിനി. ഓർക്കെങ്കിലും കൊടുക്കാതെ ഓരും പോയി. ചേട്ടാ അത് പറയാൻ വേണ്ടി വന്നതായിരിക്കോ? ചിലപ്പോ അതായിരിക്കും. മുന്നേ നിക്കല് കണ്ടിട്ട് അതിനിപ്പോ എന്താ തോന്നുന്നു? I feel depressed, frustrated. ഡയർ എടുക്കുമ്പോ എന്തൊന്നും അറിയില്ല. ഞാൻ ഒരാൾക്ക് കൊടുത്തിരിക്കും. ഇത് സമയം പടം തുടങ്ങാനായി. ഇത് വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. അതിന് റോളക്സ് കിട്ടുക എടുക്കാം. ഷോപ്പ് കണ്ടിട്ട് വർക്ക് ചെയ്യില്ല. പേടി. ഇതൊക്കെ എപ്പോഴോ തീർത്തിപ്പോ സച്ചിനെ കാണാതൊക്കെ എപ്പോഴോ തീർത്ത് വീട്ടിൽ പോയിണ്ടാവും. പാസ് ചെയ്യാൻ പറ്റുമോ? അതെ, സച്ചിനെ പാസ് ചെയ്യണം. അങ്ങ് എന്താണോ അതിന് കാരണവന്മാരെ ഒരു 15 വരും ഉറപ്പ് വേണം. അതൊക്കെ കേക്കുണ്ടോ വരെ ഉറപ്പ് വേണം. ഞങ്ങളെ 10 ക്ലാസ്സിൽ പറയണല്ലോ പറയാം. സച്ചിന് കൊടുക്കണം. മൂനെക്കൊണ്ടൊന്നും പറ്റൂലടോ. പറ്റൂല, ചേനാതിനെ കൊണ്ട് പറ്റൂല. ലാസ്റ്റ് മൊമെന്റിലേക്ക് കിടക്കാൻ പോണ വ്ലോഗിന്റെ പടം തുടങ്ങാൻ പോവാണ് ഗൈസ്. പടം തുടങ്ങാനായി. വേഗം നോക്കി പടം തുടങ്ങാനായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോണത്. അല്ലാണ്ട് അതിന് ഡയറി എടുക്കാനുള്ള പേടിയൊന്നുമല്ല. ഇറ്റ്സ് എ ബ്രേവ് ജെന്റിൽമാൻ. നാളെയാണ് ശീലല്ലേ കഴിച്ച് ഞാൻ അങ്ങനെ ആരോടും സംസാരിക്കാറൊന്നുമില്ല. അതിനുണ്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അല്ലാണ്ട് നാളെ 12 മണിക്ക് വേറെ പടം ഉണ്ട്. ഒരു പടം മാത്രം, അത് തിയേറ്ററിൽ കളിക്കുക. 10-15 തിയേറ്ററിൽ സച്ചിന്റെ അമ്മ വിളിച്ച് സീനാക്കുന്നുണ്ട് ഗൈസ്. 12 മണിയായി. സച്ചിന്റെ വീട്ടിൽ നിന്ന് സീനാണ്. വേറെ ആളുകൾ വിളിക്കുന്നുണ്ട്. എന്റെ ഫോണിലും ഇല്ല. തിയേറ്ററിൽ പോയി കൊണ്ട് നമ്മള് ഫാമിലി സിറ്റി കൊടുക്കുന്നുണ്ട് ഗൈസ്. വേണ്ടവർ DM. ഇത് ഡോക്ടർ ഡ്രൈവ് കളിക്കാം. ഈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഈ സാധനം കൊടുക്കുക, ഡയറി, ടൂത്ത് ഡയറി, ഇതൊക്കെ വെറും കുട്ടിക്കളിയാണ്. സത്യം പറയല്ലോ, നമ്മള് അങ്ങനെയുള്ള ഒരു സമയം കളയേണ്ട ആൾക്കാരല്ല. നമ്മളെ ലൈഫ് നോക്കിയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവാ. അതൊരു കുട്ടിക്കളിയായിട്ട് രാത്രി ഷോ സീനാണ്. സത്യം പറഞ്ഞ സച്ചിൻ സീനാണ്. അമ്മ വിളിച്ചിട്ട് നല്ല ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് ഗായ്സ്.
അമ്മ വിളിച്ചിട്ട് നല്ല ചീത്ത പറയാ. ആദ്യം 12 മണിക്കാണ് പടത്തിന് ഓടുന്ന കേട്ട് സച്ചിന് ഫുള്ള് സീനാണ്. സുബീഷ് ആണെങ്കിൽ വേറെ. പിന്നെ ഞാൻ ഫോണിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളല്ല, ഞാനെന്ത് ചെയ്യും? കുഴപ്പമില്ല, നമുക്ക് എക്സ്പീരിയൻസ് ആണ്. റെഡിയാവും. ഞാൻ പറഞ്ഞല്ലോ, സങ്കടമൊന്നുമില്ല. ഇമാജിനറി ഗേൾ ഫ്രണ്ട്. അപ്പം വേറെ ഒന്നുമില്ല ഗൈസ്. പൂത്തോട്ടേറൊന്നും വിചാരിച്ച് അതിനൊന്നും ഒരു കാര്യമില്ല. നമ്മളിതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇത് എടുത്തത്. ജസ്റ്റ് ഫോർ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു പ്രാങ്കാണ് ഉദ്ദേശിച്ചത്. ഈ ട്രൂത്തോട്ടേറൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഓഡിയൻസിനാണ് നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് എ ലൈഫ് മാൻ, ഗെറ്റ് എ ലൈഫ്. പടം കാണാനായി, നമ്മളെ പടം കാണാ, അധ്വാനിക്കുക, വീട്ടുകാരെ നോക്കുക, അതൊക്കെയാണ് ലൈഫ്. അടുത്തതായി നമ്മൾ സൂക്ഷ്മദർശിനിന്റെ റിവ്യൂ ആയിരിക്കും ഇടാൻ പോകുന്നത്. സൂക്ഷ്മദർശിന്റെ റിവ്യൂ നമ്മൾ ഓരോ സെക്കൻഡ് വൈസ് നമ്മൾ ജെന്യൂൻ റിവ്യൂ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടാ പോരെ. ഇന്നത്തെ കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ റിവ്യൂ സൂക്ഷ്മദർശിനി ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഫുൾ വീഡിയോസ് ആയിക്കോട്ടെ. ഫുൾ വീഡിയോസ് ആയിരിക്കും. നമ്മള് അറഞ്ചം പുറഞ്ചോ അറഞ്ചം പുറഞ്ചോ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കുക. ആര് ബറി സീനാണ് അവിടെ വലിയ സീൻ നടക്കാണ്. അവിടെ മൊത്തം സീനാണ് ഗൈസ്. എല്ലാരും കല്യാണങ്ങളൊക്കെ എടുത്തുണ്ടോ? എല്ലാരും സച്ചിന്റെ കല്യാണം. ബ്ലോഗിന്റെ എന്താന്ന് വെച്ചാൽ ഈ വ്ളോഗ് പെട്ടെന്ന് നമ്മള് റിയൽ ലൈഫില്, അതായത് നമ്മൾ ഡെയിലി ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് എടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ഉള്ളൂ. നമ്മൾ ഡെയിലി ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ ആക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ട്രൂത്ത് ഓർ ഡെയർ കാണിച്ചു. ഇതിൽ കുറെ കഥാപാത്രങ്ങൾ ഇനി മിസ്സുണ്ട്, കുറെ ആൾക്കാർ ഇനി വരാനുണ്ട്. എല്ലാവരും നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ കുറെ ആൾക്കാർ വരാനുണ്ട്. ചിലപ്പം കുറെ സെലിബ്രിറ്റീസ്, നിങ്ങൾക്ക് അറിയാത്ത കുറെ സെലിബ്രിറ്റീസ്. ബ്ലോഗാണെന്ന് ഒരുത്തന്റെ സംശയമുണ്ട് ഇവിടെ. മനസ്സിലായോ? സംശയം തീർത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇങ്ങനെ പൊട്ടിക്കുക, അതെ, ഷെയർ ചെയ്യുക. ഫോണ് പൊട്ടണ വരെ പൊട്ടിച്ചോടി. എന്നാലും തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് വരാം. അതിനെന്തോ പറയാനുണ്ടെന്ന് നമ്മളിരിക്കുന്ന സീറ്റിനടുത്ത് ഒരു സീറ്റ് ഒഴിവുണ്ട്. ആരായിരിക്കും അവിടെ വരാൻ? ഏതോ പെണ്ണ് വരും പറഞ്ഞിട്ടാണ് സുബീഷ് അകത്ത് തന്നെ പോയി ഇരുന്നത്. എന്താണ് ഈ പാട്ടിന് സീറ്റുമ്പോൾ കയറിക്കാണ്ട് ഡാൻസ് കളിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് ഡാൻസ് കളിക്കുകയാണെങ്കിൽ 1000 രൂപ. അതേ അത് ഞാൻ തിരിച്ചിടുന്നു. 5 രൂപ 5000 രൂപ ഉറപ്പാ? ശരാ അതിനുള്ള നിലക്കെട്ട് കണ്ടിട്ടില്ല. 5000 രൂപ ഞാൻ ഷഡ്ഡി ഇട്ട് ഓളെ ഷഡ്ഡി ഒരു ഡാൻസ് കളിക്കുന്ന പറഞ്ഞ് പെൺകുട്ടി ഇത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ അത് പറ്റില്ല. കണ്ടോ ഈ പടം തുടങ്ങി കഴിഞ്ഞാല് പല കപ്പ് കാണിക്കാൻ പറ്റും. പടം കഴിഞ്ഞിട്ട് ഫുള്ള് സീനായി. എത്ര മണിയായി ഇപ്പൊ? 3 അല്ല 2:30. നല്ല മുക്കാൽ ഇനി വേറെ ഇല്ല. വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ രാവിലെ നോക്കാൻ വണ്ടി വ്ളോഗ് വൈൻഡപ്പ് ആയിട്ടില്ല ഗൈസ്. ഫുഡ് കഴിക്കാൻ നമ്മൾ രാത്രി ചാമ്പ്യൻസിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ചാമ്പ്യൻസ് ചിക്കൻ ഫ്രൈ. കളിക്കല്ലേ വയ്യ മനസ്സിലായി. നല്ല 3 മണിക്ക് നമ്മൾ ചാമ്പ്യൻസ് ഗൈസ്. എന്താണുള്ള ഫുഡ്? നല്ല ചൂട് ആവി പറക്കണ ഫുഡ് ഒന്നും കാണിക്കും. ഇതിങ്ങനെ പോകും. ചിക്കൻ എന്താണിത്? ചിക്കൻ ചുക്ക.
സച്ചിന്റെ ഇടക്ക് ഇങ്ങനത്തെ ഒരു സാധനം വരും പക്ഷെ ബ്ലോഗിൽ കിട്ടിയില്ല അത്. ഫുഡ് പൊള്ളി ശരാ. W ഫുഡ് കിട്ടും. W എന്താ എന്താ W അങ്ങനൊന്നും ചോദിച്ചൂടാ. അയ്യോ അങ്ങനെയൊന്നും പൊള്ളി ചിക്കനൊക്കെ അമ്മോ സ്ഥലം പറ. ചാമ്പ്യൻസ് ബോംബെ ഹോട്ടലിന്റെ അടുത്തുള്ള ചാമ്പ്യൻസ്. ഇത് സമയത്തിനാണ് അപ്പോൾ 3:15. ഈ സമയത്ത് നല്ല ഫുഡ് ഉണ്ട്. ചൂടുള്ള പുട്ട് പൊറോട്ട എല്ലാം